അസ്സലാമു അലൈക്കും. SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണക്കച്ചെമ്മീൻ്റെ മച്ചുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഉണക്കച്ചെമ്മീൻ്റെ മച്ചുബൂസാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് നോക്കിയാലോ. യല്ല ബാ. അതിന് ഞാനിവിടെ ഉണക്കച്ചെമ്മീൻ തന്നെ അര കിലോ ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ വെള്ളത്തിയിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തതാണ്. നോക്കൂ, ഉണക്കച്ചെമ്മീനാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1 കപ്പ് റൈസ്, ബസ്മതി റൈസ് കഴുകി 1 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്തി ഊറ്റിയെടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്കതിനാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ 2-3 സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത്, 2 ടീസ്പൂൺ പിന്നെ ഗാർലിക്ക് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തത്, 2-3 പച്ചമുളക് എരിയില്ലാത്തത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഞാൻ 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ അടുത്ത ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ അറബിക്ക് മസാല 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 2 മാജി ക്യൂബ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ടീസ്പൂൺ ഏലക്ക പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് നാരങ്ങ ജ്യൂസാണ്. ഒരു 3 ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് ഒഴിക്കണം. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും വേണം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് അറബിക്ക് നെയ്യാണ്. അറബിക്ക് നെയ്യ് ഇതാണ്ട് ഇതേമാതിരി അറബിക്ക് നെയ്യ് വാങ്ങാൻ കിട്ടും. അത് വെച്ചാണ് ഞാൻ ഇവിടെ ഈ ഉണക്ക ചെമ്മീൻ മച്ചുബൂസ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഉണ്ടാക്കാൻ തയ്യാറാണല്ലോ. നമുക്കൊന്ന് നോക്കാം. ചെമ്പിലോട്ട് ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെമ്പടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നോക്കൂ, ഞാനൊരു ചെറിയ ചെമ്പ് അടുപ്പിലോട്ട് വെച്ച് അതിനകത്തോട്ട് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നോക്കൂ, 3 ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്കുള്ള ആവശ്യത്തിന് അരി എടുക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളിയും ഈ പച്ചമുളക്, ഇഞ്ചി, ഈ സാധനങ്ങളെല്ലാം കൂടി അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നോട്ടെ. അതിലോട്ട് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. സവാള ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നോക്കി സഹോദരങ്ങളെ, സവാള നോക്കി ഏത് കളറായ നിങ്ങൾ നോക്കി കാണും. ഇതേ കളറാക്കണം. നോക്കിങ്ങനെ ബ്രൗൺ കളറാക്കണം. അതിന് ശേഷം മാത്രമേ ഇതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം. നല്ല കളറാകുമ്പോൾ ഉള്ളിയുടെ ടേസ്റ്റ് എല്ലാം നമുക്ക് ഈ മച്ചുബൂസിൽ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ കളറാക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി ഒരുവിധമായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഉണക്കച്ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ഈസിയാണ് ഈ ഉണക്കച്ചെമ്മീൻ്റെ മച്ചുബൂസ് ഉണ്ടാക്കാൻ. എത്ര എളുപ്പമെന്നറിയാമോ? 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം ഇത് ക്ലിയറാക്കി എടുക്കാം. നോക്കൂ, ഞാൻ അടുത്തത് ഇത് മസാല ഇട്ട് കൊടുക്കുന്ന ഈ മാജി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. നോക്കൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് അലിയാതെ കിടക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ചോറ്റിൽ കട്ടായിട്ട് കിടക്കും. നോക്കൂ, ഇത് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യും. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണക്ക ചെമ്മീനും ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് അരിയും കൂടെ ഇട്ട് കൊടുക്കാം. അരിയും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. വറുത്തതിന് ഒരു ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ കൊണ്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കുറച്ച് നാരങ്ങ ജ്യൂസും കൂടെ, ഒരു 3 ടീസ്പൂൺ നാരങ്ങ ജ്യൂസും കൂടെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇളക്കി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മല്ലിയിലയും കൂടെ ഇടണം. മല്ലിയില ഇതിപ്പം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കതിലോട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, ജസ്റ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമുക്ക് ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഉണക്ക ചെമ്മീൻ്റെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് കൊടുത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ പറ്റും. ഇത് ഒരുവിധം വെന്ത റൈസ് ആയതുകൊണ്ട് നമ്മൾ ഫ്രൈ ആക്കുന്നത് കൊണ്ട് നല്ലതുപോലെ ഒരുമാതിരി വെന്ത റൈസാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് നോക്കി നമുക്ക് സ്റ്റീമിലിടാം. ഞാൻ വെള്ളം അഴിച്ചു കൊടുക്കുന്നു. ആവശ്യത്തിന് വെള്ളം നമുക്ക് ചൂടുവെള്ളമേ, നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഫ്രൈ ആക്കുന്ന റൈസുകളെല്ലാത്തിനും നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം.
ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും നോക്കി നമുക്കൊന്ന് ജസ്റ്റ് തിളച്ച് വെന്ത് വന്നിട്ട് നമുക്കൊന്ന് സ്റ്റീമിലോട്ടിടാം. നമുക്ക് കണ്ടല്ലോ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതാ നോക്കൂ. ഇനി കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ട് വന്നതിന് ശേഷം നമുക്ക് സ്റ്റീമിലോട്ടിടാം. ഇതാ നോക്കൂ, മച്ചിബൂസ്, ഉണക്കച്ചെമ്മീൻ മച്ചിബൂസ് ഇവിടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റീമിലോട്ടിടാം. ഇതാ നോക്കൂ നിങ്ങൾ, ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റീമിലോട്ടിട്ട് കൊടുക്കാം. വാവ്, മാഷാ അല്ലാ, തബാറക്കത്ത് റഹ്മാൻ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിക്കാനുണ്ടല്ലോ, ഇരുന്നാൽ നിങ്ങൾ ഒരാൾ എണീറ്റ് പോകാറില്ല, അത്ര ടേസ്റ്റാണ് ഇങ്ങനെയുള്ള ഭക്ഷണം. നമുക്കൊന്ന് അലുമിനിയം ഫോയിൽ വെച്ച് മൂടി സ്റ്റീമിലോട്ടൊന്ന് ഇട്ടുകൊടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ 10-12 മിനിറ്റോളം സ്റ്റീമിൽ അവിടെ കിടക്കട്ടെ. അപ്പോഴും പിന്നെ നമുക്ക് ഇറക്കി സെർവ് ചെയ്യാം. ഉണക്കച്ചെമ്മീൻ മച്ചിബൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്, സ്റ്റീമിൽ നിന്ന് ഞാൻ പുറത്തെടുത്തു. നമുക്കൊന്ന് ഓപ്പണാക്കിയിട്ട് സെർവ് ചെയ്താലോ. വാവ്, നോക്കിക്കാണി ഇതെങ്ങനെ ഉണ്ടെന്ന്. ഇതാ നോക്കൂ, ഉണക്കച്ചെമ്മീൻ മച്ചിബൂസാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. ഞാൻ ഇതേമാതിരി ഒരു കാസറോൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കൂ, വേറെ ഒന്നും വേണ്ട. നമുക്ക് മീൻ വേണ്ട, മീൻ ഫ്രൈ വേണ്ട, ഒന്നും വേണ്ട. ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ. ഇത് മാത്രം ഒരു സലാഡ്, ഏതെങ്കിലും ഒരു സലാഡ്, ഇത് മാത്രം മതി. നമുക്ക് വേറെ ഒരു കറിയോ ഒന്നും വേണ്ട. ഈ മച്ചിബൂസ് കഴിക്കുന്നതിന് യാതൊരു സാധനവും വേണ്ട. ഇത് മാത്രം ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാൻ കഴിയും. ഒരു കറിയോ മീൻ ഫ്രൈയോ ഒന്നും വേണ്ട. നോക്കൂ, ഇത് അടിപൊളിയായില്ലേ. നിങ്ങൾ കണ്ടില്ലേ ഞാൻ കോരിയിട്ടത് കണ്ടല്ലോ. അതിൽ നമുക്കൊരു ഗാർണിഷ് ചെയ്ത് കൊടുത്താലോ. ഞാൻ ഒരു 2-3-4 പച്ചമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നോക്കൂ, ആവശ്യക്കാർ പച്ചമുളക് എടുത്ത് കഴിക്കും. നമുക്കതിനകത്തോട്ട് ഇതൊന്ന് പച്ചമുളക്, ഫ്രൈ ഒനിയൻ, ഒരു ഗാർണിഷായിട്ട് ഫ്രൈ ഒനിയൻ നമുക്കൊന്ന് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം എങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമുക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരല്പം മല്ലിയിലയും കൂടെ ഇതിൻ്റെ സൈഡിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കാണാമല്ലോ. എല്ലാവരും വേഗം പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. അത് ഞാനത് സ്വീകരിക്കുന്നതായിരിക്കും. എന്തുണ്ടെങ്കിലും നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.